പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 സെപ്റ്റംബർ മാസം 15-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി അല്പസമയം സ്തോത്രം പറഞ്ഞ് എല്ലാവരും അല്പസമയം ഒന്ന് സ്തോത്രം പറഞ്ഞ് എല്ലാവരും ഒന്ന് സ്തോത്രം പറഞ്ഞ് എല്ലാവരും ഒന്ന് സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചതിനായിട്ട് നമുക്ക് അല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്യാം. എല്ലാവരുടെയും കരങ്ങൾ ഉയരട്ടെ. കഴിഞ്ഞ പകൽക്കാലം കർത്താവ് കാത്തു പരിപാലിച്ചത് കൊണ്ടല്ലേ ഇന്ന് നമ്മൾ ഈ രാവിലെ ഈ കർത്താവിനെ സ്തുതിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പകൽക്കാലത്തെ ഒന്ന് ഓർത്ത് നോക്കിയിട്ട് താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് ആ കൈകൾ ഉയർത്തി പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ആരോഗ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ചതിന് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് കർത്താവിന് സ്തോത്രം പറയും. കർത്താവെ നന്ദിയോടെ സ്തോത്രം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. കർത്താവെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് ഹല്ലേലൂയ. ജയത്തോടെ ഈ പകൽക്കാലം ഞങ്ങളെ ആനന്ദത്തോടെ സന്തോഷത്തോടെ ജയത്തോടെ നടത്തുന്ന കർത്താവ്, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം പറയുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ പുകഴ്ത്തുന്നു. അങ്ങ് എത്ര നല്ലവൻ, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്ന കർത്താവെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. സങ്കീർത്തനക്കാരൻ പറയുക 146-ാം സങ്കീർത്തനത്തിൽ, യഹോവയെ സ്തുതിപ്പീൻ, എൻ മനമേ യഹോവയെ സ്തുതിക്കുക, ജീവനുള്ള എന്നും ഞാൻ യഹോവയെ സ്തുതിക്കും, ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. നമുക്കിന്ന് പറയാം, കർത്താവേ ഞാൻ ജീവനോടിരിക്കുന്നിടത്തോളം കാലം അങ്ങയെ വാഴ്ത്തും, അങ്ങയെ മഹത്വപ്പെടുത്തും, ആ നാമത്തെ ഉയർത്തും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഞങ്ങൾ അങ്ങയെ സ്തോത്രം ചെയ്യുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടയ്ക്കണം കേട്ടോ. ആരും അശ്രദ്ധരായിട്ട് നിൽക്കല്ലേ പ്രാർത്ഥിക്കുമ്പോൾ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഓരോരുത്തരെയും വ്യക്തിപരമായി അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർ ഈ പ്രഭാതത്തിൽ ഏത് സമയത്ത് ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിലും ആ സമയം അവരുടെ മേലൊരു പ്രത്യേക കൃപ വ്യാപരിക്കണമേ, പ്രത്യേക പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വ്യാപരിക്കണമേ. തൻ്റെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തുന്ന, അവരെ സഹായിക്കുന്ന, അവർക്ക് ആരോഗ്യം കൊടുക്കുന്ന ദൈവത്തിൻ്റെ ശക്തി യേശുവിൻ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിൻ്റെ കെട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ പൊട്ടി ദൈവിക അത്ഭുതങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് നട്ടല് സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അസ്ഥി സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ജോയിൻറ്റ് പ്രോബ്ലംസ് എല്ലാം ഇപ്പോൾ അത്ഭുതകരമായി സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് കാൽമുട്ടുകളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. നസറേനായ യേശുവിൻ നാമത്തിൽ 2 കാൽമുട്ടുകളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. വേദനയില്ലാത്ത മുട്ടുകളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെരിക്കോസ് വെയിനാൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പരിപൂർണ്ണ വിടുതൽ കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി കാണാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ സഭായോഗത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവിക മഹത്വം ഇന്നത്തെ സഭായോഗത്തിൽ വെളിപ്പെടുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടൽ ഇന്നത്തെ സഭായോഗത്തിൽ ഉണ്ടാകുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ലോകമെമ്പാടും കർത്താവെ അങ്ങ് കൊയ്ത്തുകാരെ എഴുന്നേൽപ്പിക്കുന്നതിനെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിവാഹം തക്ക സമയത്ത് നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിനുള്ള വഴികൾ തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിത്തത്തിൽ ഉദാസീനത കാണിക്കുന്ന, മടി കാണിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ഉദാസീനത മാറട്ടെ, അവരുടെ മടികൾ മാറട്ടെ, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എല്ലാ ദുഷ്ടശക്തികളും വിട്ടുമാറട്ടെ. ആമേൻ. അവർ ഏകാഗ്രതയോടെ, ഉന്മേഷത്തോടെ, ഉല്ലാസത്തോടെ പഠിക്കാൻ കർത്താവ് സഹായിക്കണം. വീടിനകത്ത് റിബലായി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, ആമേൻ, മാതാപിതാക്കൾ പറഞ്ഞാൽ കേൾക്കാത്ത കുഞ്ഞുങ്ങൾ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമത്തിൽ ആ റിബലിൻ്റെ സ്പിരിറ്റ്, അവരെ റിബലാക്കുന്ന റിബല്യസ് സ്പിരിറ്റിനെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഭർഷിക്കുന്നു.
കർത്താവേ, കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കുന്ന കുഞ്ഞുങ്ങളായി തീരട്ടെ. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവരെ നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി പറയുന്നു. സകല മഹത്വം പുകഴ്ചയപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം, അതിൽ പങ്കെടുക്കണം. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുക. നിങ്ങൾ പകൽക്കാലം പ്രാർത്ഥിക്കണം. നാളത്തെ മീറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ, മറക്കരുത്. നിങ്ങൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നിശ്ചയമായിട്ടും ഇന്ന് പകൽക്കാലം നാളത്തെ മീറ്റിങ്ങിന് വേണ്ടി അല്പസമയം പ്രാർത്ഥിക്കുകയും, നാളെയും പ്രാർത്ഥിക്കണം, പക്ഷേ ഇന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം മറക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ നിങ്ങളൊരു ചെറിയ ഓഡിയോ ക്ലിപ്പുകളായിട്ടൊക്കെ അയച്ചു തന്നാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അത് കേട്ടിട്ട് ദൈവത്തിന് മഹത്വപ്പെടുത്താൻ കഴിയും. ഒരു പ്രാവശ്യം നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ അടുത്ത സാക്ഷ്യത്തിന് വേണ്ടിയുള്ള വഴികളെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തരും. അതുകൊണ്ട് ദൈവം ചെയ്ത നന്മകളെ നിങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കരുത്, മറച്ചു വെക്കരുത്. ധൈര്യമായിട്ട് അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പത്രോസിൻ്റെ ലേഖനത്തിൽ 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കാനാണ് പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കുന്നത്. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. പരിശുദ്ധാത്മാവിടെ പറയുക, ഒരാൾ നമ്മളോട് ദോഷം ചെയ്യുമ്പോൾ നമ്മൾ പകരം അവർക്ക് ദോഷം ചെയ്യാൻ പോകരുത്. നമ്മളല്ലെങ്കിൽ എന്നോട് അവൻ തിന്മ ചെയ്തു, അതുകൊണ്ട് ഞാനും അവനോട് തിന്മ ചെയ്യും എന്ന് പറയരുത്. അല്ലെങ്കിൽ അവൻ എന്നെക്കുറിച്ച് ആ ദോഷം പറഞ്ഞതുകൊണ്ട് ഞാനും അവരെക്കുറിച്ച് ദോഷം പറയും എന്ന് നമ്മൾ പറയരുത്. അല്ലെങ്കിൽ അവർ നമ്മൾക്കെതിരായി പ്രവർത്തിച്ചതുകൊണ്ട് ഞാനും അവർക്കെതിരായി പ്രവർത്തിക്കും എന്ന മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. നമ്മൾ ദൈവമക്കളാണ്. നമ്മളോട് ആര് ദോഷം ചെയ്താലും നമ്മൾ അവർക്ക് തിന്മ ചെയ്യാൻ പോയാൽ നമ്മൾ സാധാരണ ജാതികളെ പോലെ ആയിത്തീരും. അപ്പോൾ നമ്മൾ അങ്ങനെ ആകരുത്. നമ്മൾ വ്യത്യസ്തരാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവരാണ്. രാജകീയ പുരോഹിത വർഗ്ഗമാണ്. വീണ്ടും ജനിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദോഷത്തിന് പകരം എന്ത് ചെയ്യരുത്? ദോഷം ചെയ്യരുത്. അവർക്ക് നന്മ ചെയ്തേക്കണം. നമ്മളോട് കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവർ ചെയ്യണമെന്ന് എന്താഗ്രഹിക്കുന്നു അത് നിങ്ങൾ ചെയ്യണമെന്നല്ലേ പറയും. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ചെയ്യുക. ശകാരത്തിന് പകരം ശകാരവും ചെയ്യാതെ. പിന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നമ്മളെ വിളിച്ചത് അനുഗ്രഹം അനുഭവിക്കാൻ, അനുഗ്രഹം കാണാനല്ല, അനുഗ്രഹത്തെക്കുറിച്ച് കേൾക്കാനല്ല, മറിച്ചോ അനുഗ്രഹം എൻജോയ് ചെയ്ത് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകട്ടെ. ദൈവിക അനുഗ്രഹങ്ങളെല്ലാം എൻജോയ് ചെയ്ത് ജീവിപ്പാൻ, അനുഗ്രഹം അനുഭവിച്ച് ജീവിപ്പാൻ. ഇപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുക. നമ്മളോട് പറഞ്ഞു, ആ കോർണറിലിരിക്കുന്ന ഭക്ഷണം എല്ലാം നിങ്ങൾക്ക് കാണാനുള്ളതല്ല, നിങ്ങൾക്ക് കഴിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് കഴിക്കണം. അത് കണ്ടിട്ട് പോരുന്നതല്ല, അല്ലെങ്കിൽ അതിൻ്റെ മഹിമ വർണ്ണിക്കുന്നതല്ല. പിന്നെയോ അത് കഴിക്കുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമായി തീരുന്നത്. ഇതുപോലെ തന്നെ ദൈവിക അനുഗ്രഹങ്ങളെക്കുറിച്ച് കേൾക്കാനല്ല, ദൈവിക അനുഗ്രഹങ്ങളെക്കുറിച്ച് ആമേൻ പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, മറിച്ച് ദൈവിക അനുഗ്രഹങ്ങളെ അനുഭവിപ്പാനാണ് കർത്താവ് വിളിച്ചത്. അതുകൊണ്ട് ഈ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് നിങ്ങൾ വിളിക്കപ്പെട്ടവരാകയാൽ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. ദോഷം ചെയ്യാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായിരിക്കും, മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കും. അടുത്ത വാക്യം എന്നാ പറയുന്നത്? ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം, അതായത് ദൈവീക ജീവനിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ, നല്ല കാലങ്ങൾ കാണാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദോഷം ചെയ്യാതെ നമ്മുടെ നാവിനെയും വ്യാജം പറയാതെ അതരത്തെയും കാത്തുകൊള്ളണം. അതായത് നാവിന് ഭയങ്കര പവറാണ്. അപ്പം നമ്മുടെ ഡെസ്റ്റിനിയും നാവുമായിട്ട് റിലേറ്റഡാണ്. നമ്മുടെ നാളുകളെ നാവുമായിട്ട് റിലേറ്റഡാണ്. നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ നാളുകൾക്ക് ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാളുകൾക്ക് അനുഗ്രഹമായി തീരണമെങ്കിൽ നമ്മൾ നാവിനെ എന്ത് ചെയ്യണം? പ്രത്യേകം സൂക്ഷിക്കുന്നവരായിരിക്കണം. ഇനി അതിൻ്റെ 13-ാമത്തെ വാക്യം വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവരാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവർ ആരാകുന്നു? അല്ലെങ്കിൽ നമ്മൾ നന്മ ചെയ്യുന്നവർ എന്തുണ്ടാണ്? നമുക്ക് ശുഷ്കാന്തി ഉണ്ടാകും. ഭയങ്കര ഉന്മേഷത്തോടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിൽ നമ്മൾ ഉന്മേഷവാന്മാരായിരിക്കണം. അങ്ങനെ നന്മ ചെയ്യുന്നവരായി തീരുക, നാവിനെ സൂക്ഷിക്കുക, അനുഗ്രഹിക്കുന്നവരായി തീരുക, തിന്മ ചെയ്യാതെ ജീവിക്കുക. കർത്താവ് നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ വ്യത്യസ്തരാണ്. നിങ്ങൾ ലോകത്തിലാണെങ്കിലും ലോകക്കാരല്ല. നിങ്ങൾ ഓഫീസിൽ നിങ്ങളെപ്പോലെ ഒത്തിരി പേരുണ്ടാകാം, പക്ഷേ നിങ്ങൾ അവരിൽ ഒരാളല്ല. നിങ്ങൾ വ്യത്യസ്തരാണ്. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെപ്പോലെ തന്നെ ഇരിക്കുക, നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒത്തിരി പേരുണ്ടാകാം, പക്ഷേ നിങ്ങൾ അവരിൽ ഒരാളല്ല. നിങ്ങൾ വ്യത്യസ്തരാണ്. ആ ഒരു ബോധ്യത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.